അഗ്രോ മെഷീനറിയുടെ വോളിയം 9 നമ്മൾ കടക്കുകയാണ്. ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. അവസാനത്തെ ഭാഗമായതുകൊണ്ട് പ്രാധാന്യം ഒട്ടും തന്നെ കുറവില്ലാത്ത ഒരു ഭാഗമാണിത്. സ്റ്റോറേജ്, ഫുഡ് ഗ്രെയിൻ സ്റ്റോറേജ് എന്ന ഈ സെഷനിലാണ് നമ്മൾ എങ്ങനെയാണ് കൊയ്തെടുത്ത് പ്രോസസ്സൊക്കെ ചെയ്ത ധാന്യങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ എങ്ങനെ സംഭരിച്ച് വെക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം നമുക്കറിയാമല്ലേ, പലപ്പോഴും ഫുഡ് കോർപ്പറേഷൻ ഗോഡൗണുകളിൽ നിന്ന് പുഴുവരിച്ച അരിയൊക്കെ കിട്ടി, ഗോതമ്പൊക്കെ നശിച്ചു പോയി, പൂപ്പൽ പിടിച്ചു എന്നൊക്കെയുള്ള പല കംപ്ലയിൻസും നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ പത്രങ്ങളിൽ വായിക്കാറുണ്ട് അല്ലേ. അപ്പം ശരിയായ സ്റ്റോറേജ് നടക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നത്. അപ്പം അതിനെ നേരിടാനായിട്ട് നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ സ്റ്റോറേജ് നടത്താം, ആ കാര്യമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കുന്നത്. ഫുഡ് ഗ്രെയിൻ സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ്, അതാണ് നമ്മൾ ഈ വോള്യത്തിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രെയിൻ ഈസ് ജനറലി സ്റ്റോർഡ് either in gunny bags or in bulk or bag cum bulk storage. In villages, bulk storage is practiced, but in government godowns and in trades, bag storage system is the practicable method. We need safe storage structures to reduce quantitative and qualitative losses of harvested grains. എന്നാൽ നമ്മൾ ഗ്രെയിൻ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ഉണക്കിയെടുത്ത ഗ്രെയിൻ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഈ സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് സേഫായിട്ട് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയാനും ക്വാളിറ്റി കുറയാനുമുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു സ്റ്റോറേജ് സ്ട്രക്ചർ കൊടുക്കണം. അപ്പോൾ അത് ഗണ്ണി ബാഗ്സ്, ചാക്കുകളിലായിട്ട് ഗ്രെയിൻ സൂക്ഷിച്ച് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ വില്ലേജുകളിലൊക്കെ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം ഗവൺമെൻറ് ഗോഡൗൺസ്, അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളിലൊക്കെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം ഈസി ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇൻസ്പെക്ഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടും അത് ബാഗ്ഡ് സ്റ്റോറേജാണ് അവിടെ പ്രിഫർ ചെയ്യുന്നത്. ലോസസ് ഇൻ സ്റ്റോറേജ്, എങ്ങനെയാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ കുറയുന്നത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത്, അതാണ് നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എക്സസീവ് ഓക്സിഡേഷൻ ഓഫ് ഗ്രെയിൻസ് റിസൾട്ടിങ് ഇൻ റൈസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് മേ ലീഡ് ടു ഹീറ്റിംഗ് ആൻഡ് കേക്ക് ഫോർമേഷൻ. അപ്പോൾ നമ്മൾ ഗ്രെയിൻ ഇങ്ങനെ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് അവിടെ ഒരു ഹീറ്റിംഗ് ഉണ്ടാവും, ടെമ്പറേച്ചർ വരും. അപ്പോൾ ഹീറ്റിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ കേക്ക് ഫോർമേഷന് കട്ട പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മോയ്സ്ചർ ഉണ്ടെങ്കിൽ ഫംഗസ്, മോൾഡ്, പൂപ്പൽ ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി ഡിറ്റീരിയോറേറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ ക്വാണ്ടിറ്റി പോകുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ, ബേർഡ്സൊക്കെ വന്നിട്ട് തിന്ന് കഴിയുമ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു പോകും. ഇതൊരു സ്റ്റോറേജ് സ്ട്രക്ചർ, ഒരു ബിൻ സ്റ്റോറേജ് സ്ട്രക്ചറിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. മോഡേൺ രീതിയിലുള്ള സ്റ്റോറേജ് സ്ട്രക്ചറാണ്. റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇത്തരം സ്റ്റോറേജ് സ്ട്രക്ചേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ആഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം റോഡൻസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, മൈറ്റ്സ് എക്സിട്ര. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറയാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ബേർഡ്സ്, ഇൻസെക്ട്സ് എന്നൊക്കെ പറഞ്ഞു അല്ലേ, അതിൽ നിന്നൊക്കെ ശരിയായ സംരക്ഷണം കിട്ടുന്ന ഒരു സ്ട്രക്ചറായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഷുഡ് ഫെസിലിറ്റേറ്റ് പ്രോപ്പർ ക്ലീനിങ് ഇഫ് ഇറ്റ് ഈസ് എ സൈലോ. ഒരു സൈലോ നേരത്തെ കണ്ട പോലത്തെ ഒരു വലിയ സ്ട്രക്ചർ ആണെങ്കിൽ അവിടെ ക്ലീനിങ്ങിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ഇക്കണോമിക്കൽ ഓൺ യൂണിറ്റ് സ്റ്റോറേജ് കോസ്റ്റ് ബേസിസ്. അപ്പോൾ വലിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് മാത്രമായില്ല, അത് ഇക്കണോമിക്കൽ കൂടെ ആയിരിക്കണം. നമുക്ക് കോസ്റ്റ് അനാലിസിസ് നടത്തുമ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടം വരാൻ പാടില്ലാത്തൊരു സ്ട്രക്ചറായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് പെർമിറ്റ് എയറേഷൻ ആൻഡ് ഫ്യൂമിഗേഷൻ വെൻ നീഡഡ്. എയറേഷൻ എന്ന് പറഞ്ഞാൽ വായു സഞ്ചാരം, ഇടയ്ക്ക് വായു സഞ്ചാരമുള്ളതായിരിക്കണം ഗോഡൗൺസൊക്കെ. അപ്പോൾ അതിൽ കൂടെ വായു കടത്തിവിടാൻ. അതുപോലെ തന്നെ ഫ്യൂമിഗേഷൻ വേണ്ടി വന്നാൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ ഫ്യൂമിഗേഷൻ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് പ്രിവെൻറ്റ് ലോസസ് ഡ്യൂ ടു മോയ്സ്ചർ ആൻഡ് ടെമ്പറേച്ചർ. മോയ്സ്ചറിനെയും ടെമ്പറേച്ചറിനെയും പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. അതുകൊണ്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മോയ്സ്ചറും ടെമ്പറേച്ചറും അതിന് ഓപ്റ്റിമം ആയിട്ടുള്ള രീതിയിൽ ക്രമീകരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് പെർമിറ്റ് ഈസി ഇൻസ്പെക്ഷൻ. ശരിയായിട്ടുള്ള രീതിയിലുള്ള ഇൻസ്പെക്ഷനെ സഹായിക്കലും കൂടെ ഉണ്ടായിരിക്കണം. അതാണ്, ഇത്രയുമാണ് ഒരു നല്ല ഗുഡ് സ്റ്റോറേജ് സ്ട്രക്ചറിന് ഉണ്ടായിരിക്കേണ്ട പ്രീ റിക്വസൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ബൾക്ക് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് ആണ്.
ടൈപ്സ് ഓഫ് ബൾക്ക് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സിൽ ട്രഡീഷണലായിട്ട് ബുഖാരി, കോത്താർ, മുറൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നമ്മളിപ്പോൾ പഠിക്കുന്നത് മെയിനായിട്ട് ഗ്രെയിൻ ബിൻസ് ആണ്. അത് സിലിണ്ട്രിക്കൽ ബിൻസും റെക്റ്റാങ്കുലർ ബിൻസാണ് മെയിനായിട്ടും വരുന്നത്. ഇത് സിലിണ്ട്രിക്കൽ ബിന്നാണ് നിങ്ങൾ കാണുന്നത് ചിത്രത്തിൽ. Cylindrical grain bins. These are commonly used for storing different varieties of grain. The capacity of bins vary from 10 to 40 tons. അപ്പോൾ 10 മുതൽ 40 ടൺ വരെ ഗ്രെയിൻ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബിന്നുകളുണ്ട്. ദ കംപ്ലീറ്റ് സ്ട്രക്ചർ ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഫൗണ്ടേഷൻ ഈസ് മെയ്ഡ് ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. അപ്പോൾ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്ട്രക്ചർ. അതിൻ്റെ ഫൗണ്ടേഷൻ അടക്കം നമ്മൾ RCCയിൽ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. മിനിമം ഹൈറ്റ് ഓഫ് ദ ബോട്ടം എഡ്ജ് ഓഫ് സ്പൗട്ട് ഷുഡ് ബി അബൌട്ട് 1.2 മീറ്റർ എബവ് ദ ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 1.2 മീറ്റർ ഹൈറ്റിൽ പൊക്കത്തിൽ വേണം അതിൻ്റെ ബോട്ടം എഡ്ജ്, ബിന്നിൻ്റെ ബോട്ടം എഡ്ജ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഷുഡ് ഹാവ് എ ഹിഞ്ച്ഡ് ക്യാപ്പ്. അതിനൊരു മൂടി ഉണ്ടായിരിക്കണം. അത് ഹിഞ്ച്ഡ് ആയിരിക്കണം. നമുക്ക് തുറക്കാനും അടയ്ക്കാനും അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ വിജാഗിരി ഉപയോഗിച്ചിട്ട് ഹിഞ്ചസ് ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കണം. ക്യാപ്പിനൊരു ഷട്ടർ വേണം വിത്ത് എ ലോക്കിംഗ് ഡിവൈസ്. ലോക്ക് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ടായിരിക്കണം. കാരണം ഇത്രയധികം ഗ്രെയിൻ സൂക്ഷിക്കുന്നതാണ് അല്ലേ. ടോപ്പ് മാൻഹോൾ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ വാട്ടർ ടൈറ്റ് സ്റ്റീൽ ലിഡ്. ഒരു വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റീലിൻ്റെ ഒരു മൂടി മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മാൻഹോൾ മുകളിൽ ഉണ്ടായിരിക്കും. അതിനൊരു വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റീൽ ലിഡ് ഉണ്ടായിരിക്കും. ദ റൂഫ് ഓൺ ദ ടോപ്പ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ഇനഫ് സ്ലോപ്പ് ഓൺ ഓൾ ദ സൈഡ്സ് ആൻഡ് ഇറ്റ് ഓവർ ഹാങ്സ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എബൌട്ട് 30 സെൻറ്റിമീറ്റർ. നേരത്തെ നമ്മൾ ആ ചിത്രം കണ്ടപ്പോൾ കണ്ടു അല്ലേ. 4 സൈഡിലേക്കും ഡ്രോപ്പ് ചെയ്ത് പോണ രീതിയിലാണ് അതിൻ്റെ റൂഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് വാളിൽ നിന്ന് ഒരു 30 സെൻറ്റിമീറ്റർ ഒരു ഓവർ ഹാങ്ങിങ്ങും കൂടെ കൊടുക്കും. അത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, വെള്ളമൊന്നും തീരെ കയറാതിരിക്കാനായിട്ട്. എൻ്റയർ സ്ട്രക്ചർ റെസ്റ്റ്സ് ഓൺ സപ്പോർട്ടിംഗ് കോളംസ്. ഇത് മുഴുവൻ വാർത്തെടുക്കുന്ന ഈ സ്ട്രക്ചർ കോളംസിലാണ് അത് റെസ്റ്റ് ചെയ്യുന്നത്. 2 ഓപ്പണിങ്സ് ആർ പ്രൊവൈഡഡ് ഫോർ ഫില്ലിംഗ് ദ ഗ്രെയിൻ ആൻഡ് ടേക്കിംഗ് ഇറ്റ് ഔട്ട്. അപ്പോൾ അതിൽ നിന്ന് ഗ്രെയിൻ ഫില്ല് ചെയ്യാൻ മുകളിലും ഗ്രെയിൻ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അടിയിലും 2 ഹോൾസ് ഉണ്ടായിരിക്കും, 2 ഓപ്പണിങ്സ് ഉണ്ടായിരിക്കും. ടോപ്പ് ഹോൾ ഈസ് ലാർജ് ഇനഫ് ടു ലെറ്റ് എ മാൻ എൻറ്റർ ഫോർ ക്ലീനിങ് പർപ്പസ്. മുകളിലുള്ള ഹോള് ഒരാൾക്ക് കയറി ക്ലീനിങ് ഒക്കെ ചെയ്യാൻ ഒരു മാൻ ഹോൾ ആയിരിക്കും അത്. ഔട്ട്ലെറ്റ് ഹോൾ ഈസ് കമ്പാരിറ്റീവ്ലി സ്മോളർ. പുറത്തേക്ക് എടുക്കുന്ന ഹോള് ചെറുതായിരിക്കും. ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് വെർ ദ സ്ലോപ്പ് ഫ്രം ഓൾ സൈഡ്സ് ഓഫ് ദ ഫ്ലോർ കൺവേർജസ്. അപ്പോൾ അടിയിലത്തെ ഫ്ലോറിൽ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലോറ്, അതിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഫ്ലോറിൽ നിന്ന് സ്ലോപ്പും കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റിലായിരിക്കും നമ്മൾ ഔട്ട്ലെറ്റ് ഹോള് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ ഇത്രയും വലിയൊരു ബെന്നിൽ നിന്ന് എല്ലാ ഗ്രെയിനും കൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിൽ അതൊരു വെറുതെ ഫ്ലാറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഫുൾ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്ലോപ്പ്, ചെറുതായിട്ട് സ്ലോപ്പ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണോ അവിടെയാണ് നമ്മൾ ഔട്ട്ലെറ്റ് കൊടുക്കുന്നത്. അടുത്തത് റെക്റ്റാങ്കുലർ ഗ്രെയിൻ ബിൻ. ബിൻ വാൾസ് ആർ മെയ്ഡ് ഓഫ് 11.5 സെൻറ്റിമീറ്റർ തിക്ക് ലേഡ് ഇൻ സിമെൻറ്റ് മോർട്ടാർ 1:3 റേഷ്യോ. അപ്പോൾ ഇവിടെ ബിൻ വാൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് 11.5 സെൻറ്റിമീറ്റർ തിക്കാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ബിൻ വാൾസ് ആർ 2.4 മീറ്റർ ഹൈ നിയർ ദ ഔട്ടർ വാൾ ഡ്രൂപ്പിംഗ് ഡൗൺ ടു 1.6 മീറ്റർ ഇൻ ഫ്രണ്ട്. അപ്പോൾ മുന്നിലേക്ക് വരുന്തോറും ഡ്രോപ്പ് ചെയ്ത് വരുന്നൊരു സ്ട്രക്ചറാണ് അതിൻ്റെ വാൾസ്. അപ്പോൾ ഔട്ടർ വാളിന് 2.4 മീറ്റർ ഹൈറ്റ് ആണെങ്കിൽ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത് 1.6 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ആ സ്ലോപ്പ് കിട്ടും. The front wall is provided with a rectangular hole on the floor level for taking out the grain. ഫ്രണ്ട് വോളിൽ താഴത്തെ ഭാഗത്ത് ഫ്ലോറിൻ്റെ ഭാഗത്തായിട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഹോളിൽ നിന്നാണ് നമ്മൾ ഈ ഗ്രെയിൻ പുറത്തേക്ക് എടുക്കുന്നത്. ദിസ് ഹോൾ ക്യാൻ ബി പാർഷ്യലി ഓപ്പൺഡ് ഫ്രം ഇൻസൈഡ് ഓഫ് ദ ബിൻ ബൈ എ വുഡൺ ബോർഡ്. അപ്പോൾ അത് ബിന്നിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വുഡൺ ബോർഡ് ഉപയോഗിച്ചിട്ട് പാർഷ്യലി തുറക്കാനും അടയ്ക്കാനും റെക്റ്റാങ്കുലർ ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞു അല്ലേ. ആ റെക്റ്റാങ്കുലർ ഓപ്പണിങ്ങിൽ ഒരു വുഡൺ ബോർഡ് വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അത് പാർഷ്യലായിട്ട് തുറക്കുന്നത്, അതിൻ്റെ ഓപ്പണിങ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഹൈറ്റ് ഓഫ് ദ ബിൻ വാൾ ഈസ് മെയ്ഡ് ലോ സോ ദാറ്റ് വർക്ക്മെൻ മേ ഡ്രോപ്പ് ദ ഹെഡ് ലോഡ് ഓഫ് ദ ഗ്രെയിൻ ഡയറക്റ്റ്ലി ഇൻ ടു ദ ബിൻസ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ്, ഈ ബിന്നിൻ്റെ വാളിൻ്റെ ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓരോ ആൾക്കാർ ചുമന്ന് കൊണ്ടുവന്ന് വരുന്ന തലച്ചുമടായിട്ട് കൊണ്ടുവരുന്ന ഈ ഗ്രെയിൻസ് അതിലേക്ക് നേരെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കൊട്ടി കൊടുക്കാനായിട്ട് പറ്റണം. അങ്ങനെയാകുമ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ അതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും ഗ്രെയിൻസ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഹൈറ്റ് അത്രയും ലോ ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ബൾക്ക് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ്. ഈ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഹാൻഡ്ലിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ആർ ഈസിയർ ആൻഡ് ലെസ് എക്സ്പെൻസീവ്. ഹാൻഡ്ലിങ്ങും ക്വാളിറ്റി കൺട്രോളും ഈസിയാണ്, ലെസ് എക്സ്പെൻസീവാണ്, അധികം ചിലവില്ലാത്തതാണ്. സ്പേസ് റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഈസ് ലെസ്, വളരെ കുറച്ച് സ്പേസ് മതി. എക്സ്പെൻസസ് ഓൺ വാച്ച് ആൻഡ് വാർഡ് ഈസ് മിനിമം. ചിലവ്, കാവലിനൊന്നും അധികം ആളൊന്നും വേണ്ട, നമുക്കത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ പ്രൊട്ടക്റ്റഡ് സ്ട്രക്ചറാണ് അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ചിലവ് ഇല്ല. പിന്നെ കോസ്റ്റ് ഓഫ് ബാഗ്സ് ഈസ് എലിമിനേറ്റഡ്, ചാക്കുകൾക്കുള്ള ചിലവ് വരുന്നില്ല. ഓട്ടോമേഷൻ ആൻഡ് മെക്കനൈസേഷൻ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ടു ഹേസ്റ്റൺ ട്രാൻസാക്ഷൻ ആൻഡ് മെയിൻറ്റെയിൻ ക്വാളിറ്റി ഓഫ് സ്റ്റോർഡ് പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ബിൻസിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ ടെമ്പറേച്ചറും അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റുമാണ് അതിൻ്റെ പ്രധാനമായിട്ടും ക്വാളിറ്റീനെ ബാധിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ട്രാൻസാക്ഷൻ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇടാനും അവിടെ നിന്ന് ഡെലിവർ ചെയ്ത് കൊണ്ടുപോകാനും ഓട്ടോമാറ്റിക് മെത്തേഡ്സ് അല്ലെങ്കിൽ മെക്കനൈസേഷൻ നടപ്പാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അല്ലേ, കുറച്ചും കൂടെ കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഈ ബൾക്ക് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സിനുണ്ട്. ലോസസ് ഡ്യൂ ടു ഇൻസെക്ട്സ്, ബേർഡ്സ് ആൻഡ് റോഡൻസ് ക്യാൻ ബി ലെസൻറ്റ്, അത് വളരെയധികം കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. അതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഇനി ഒരു ടേം പ്ലെയിൻ ഓഫ് റപ്ചർ എന്നാണ്. പ്ലെയിൻ ഓഫ് റപ്ചർ ഇസ് ദാറ്റ് സർഫസ് ഡൗൺ വിച്ച് എ വെഡ്ജ് ഓഫ് മെറ്റീരിയൽ ബൗണ്ടഡ് ബൈ വൺ വാൾ ഫേസ് ദ ഫ്രീ സർഫസ് ആൻഡ് ദ പ്ലെയിൻ ഓഫ് റപ്ചർ വുഡ് സ്റ്റാർട്ട് സ്ലൈഡിങ് ഇഫ് ബൗണ്ടറി വാൾ വേർ ടു മൂവ്. അതായത് നമ്മൾ ഗ്രെയിൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സർഫസ്, അതിൻ്റെ ഗ്രെയിനിൻ്റെ സർഫസും ഒരു ബൗണ്ടറി വാളും പിന്നെ പ്ലെയിൻ ഓഫ് റപ്ചർ ഇതും കൂടി ചേർന്നിട്ടുണ്ടാവുന്ന ഒരു വെഡ്ജ്, അത് ഈ ബൗണ്ടറി വാൾ പെട്ടെന്ന് അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കൂടി ഇടിഞ്ഞ് താഴോട്ട് വീഴും അല്ലേ, ആ ഗ്രെയിൻ അങ്ങനെ തന്നെ. അതിനുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് റപ്ചർ എന്ന് പറയുന്നത്. ആ പ്ലെയിൻ ഓഫ് റപ്ചറിൻ്റെ ഇതനുസരിച്ചിട്ട് അതിനെ ബിന്നുകളെ നമുക്ക് ഡീപ്പ് ബിന്നെന്നും ഷാലോ ബിന്നും രണ്ടായിട്ട് തിരിക്കാം. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് പ്ലെയിൻ ഓഫ് റപ്ചർ ചെന്ന് മുട്ടുന്നത് ഓപ്പോസിറ്റ് വാളുമ്പോൾ ചെന്ന് മുട്ടുന്നുണ്ട്, അതിൻ്റെ മേളിലും ഗ്രെയിൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇഫ് ദ പ്ലെയിൻ ഓഫ് റപ്ചർ മീറ്റ്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ബിഫോർ ഇറ്റ് എമേർജസ് ഫ്രം ദ ഗ്രെയിൻ, ഗ്രെയിനിൻ്റെ ആ ഇതിൻ്റെ ഉള്ളിലാണ് പ്ലെയിൻ ഓഫ് റപ്ചർ ഓപ്പോസിറ്റ് സൈഡിൽ ചെന്ന് മുട്ടുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഡയമെൻഷൻ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു ഡീപ്പ് ബിൻ എന്ന് വിളിക്കാം. നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അടുത്ത ചിത്രം കണ്ടാൽ ഷാലോ ബിൻ. ഷാലോ ബിന്നിൽ നോക്ക്, പ്ലെയിൻ ഓഫ് റപ്ചർ ഓപ്പോസിറ്റ് വാളിൽ ടച്ച് ചെയ്തിട്ടില്ല, അതിൻ്റെ മുമ്പ് തന്നെ ഗ്രെയിനിൻ്റെ സർഫസിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്, നമ്മൾ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഗ്രെയിനിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പോലും ആ പ്ലെയിൻ ഓഫ് റപ്ചർ ഓപ്പോസിറ്റ് വാളിനെ ടച്ച് ചെയ്തിട്ടില്ല. എ ബിൻ whose relative dimensions are such that the plane of rupture meets the ഗ്രെയിൻ സർഫസ് ബിഫോർ ഇറ്റ് സ്ട്രൈക്സ് ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ അതിനെയാണ് ഷാലോ ബിൻ എന്ന് പറയുന്നത്. അങ്ങനെ പ്ലെയിൻ ഓഫ് റപ്ചർ അനുസരിച്ചിട്ട് എവിടെയാണ് മീറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ബിന്നുകളെ അതിൻ്റെ ഡയമെൻഷൻ അനുസരിച്ചിട്ടാണ് അങ്ങനെ വരുന്നത്. ഷാലോ ബിന്നും ഡീപ്പ് ബിന്നും രണ്ടായിട്ട് തിരിക്കാം. ഇനി ഡിസൈൻ ഓഫ് ഗ്രെയിൻ ബിൻസ്. ഗ്രെയിൻ ബിൻസിൻ്റെ ഡിസൈൻ. ബിൻസ് ക്യാൻ ബി മെയ്ഡ് ഓഫ് റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്? RCC ഉപയോഗിക്കാം, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്, GI ഷീറ്റ്, MS ഷീറ്റ്, അലൂമിനിയം ഷീറ്റ്, ഫൈബർ ഗ്ലാസ്, ബ്രിക്ക്, ഫെറോ സിമെൻറ്റ്, ആസ്ബസ്റ്റോസ്, ഇതൊക്കെ നമുക്ക് ബിൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. RCC ബിൻസ് ആൻഡ് MS ബിൻസ് ആർ കോമൺലി യൂസ്ഡ്. സാധാരണ ഉപയോഗത്തിലുള്ളത് RCC ബിന്നുകളും MS ബിൻസുമാണ്. ഇനി ഡിസൈൻ കൺസിഡറേഷൻ. While designing a grain bin, we have to consider the functional aspects as well as the structural aspects. അപ്പോൾ ഒരു ബിൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് അതിൻ്റെ ഫങ്ഷണൽ ആസ്പെക്ട്സ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിന്നിൻ്റെ ഫങ്ഷൻ എന്താണ്? സേഫായിട്ട് സ്റ്റോർ ചെയ്യണം അല്ലേ. അപ്പോൾ ആ സേഫ് സ്റ്റോറേജിനുള്ള ആ ഫങ്ഷണൽ ആസ്പെക്ട്സ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഫങ്ഷണൽ ആസ്പെക്ട്സ് എൻഷുർ സേഫ്റ്റി ഓഫ് സ്റ്റോർഡ് പ്രോഡക്റ്റ് എഗെയിൻസ്റ്റ് ഹീറ്റ്, മോയ്സ്ചർ, ഇൻസെക്ട്സ്, റോഡൻസ് എക്സെട്ര. അപ്പോൾ അതാണ് ഫങ്ഷണൽ ആസ്പെക്ട്സിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. സേഫ്റ്റി ഉറപ്പുവരുത്തണം. പ്രൊട്ടക്റ്റ് ഗ്രെയിൻ ഫ്രം ക്വാളിറ്റി ഡിറ്റീരിയോറേഷൻ. ടെമ്പറേച്ചറും മോയ്സ്ചറും കൂടുമ്പോഴാണ് ക്വാളിറ്റി ബ്രേക്ക് ചെയ്ത് പോകുന്നത് അല്ലേ, ക്വാളിറ്റി കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ക്വാളിറ്റി ഡിറ്റീരിയോറേഷനിൽ നിന്ന് ഗ്രെയിനിനെ സംരക്ഷിക്കണം. പിന്നെ ഫെസിലിറ്റേറ്റ് എയറേഷൻ, ഫ്യൂമിഗേഷൻ ആൻഡ് ബി പ്രാക്ടിക്കബിൾ ഫോർ സെൽഫ് ക്ലീനിങ്. അപ്പോൾ ക്ലീനിങ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം, എയറേഷനും ഫ്യൂമിഗേഷനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഇത്രയാണ് ഈ ഒരു ഫങ്ഷണൽ ആസ്പെക്ട്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
അടുത്തത് സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ആണ്. സ്ട്രക്ചറൽ ആസ്പെക്ട്സിൽ അതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുക അതിൻ്റെ കപ്പാസിറ്റി ഇൻ വോളിയം ഓർ വെയ്റ്റ് ബേസിസ് ആണ്. അതിൻ്റെ വോളിയം ഇത്ര ക്യൂബിക് മീറ്റർ കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വെയ്റ്റിൽ പറയുകയാണെങ്കിൽ ഇത്ര ടൺ ഗ്രെയിൻ കൊള്ളാൻ പറ്റും, ഗ്രെയിനിനെ ഉൾക്കൊള്ളുന്ന അതാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഗ്രെയിനിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, അതുപോലെ തന്നെ ഷേപ്പ് ആൻഡ് സൈസ്, ഗ്രെയിനിൻ്റെ ഷേപ്പും സൈസും. ഇപ്പോൾ ഷേപ്പ് എന്ന് പറയുമ്പോൾ സർക്കുലർ ആവാം, റെക്റ്റാങ്കുലർ ആവാം, ഹെക്സഗണൽ ആവാം, പിരമിഡൽ ആവാം, കോണിക്കൽ, ഹോപ്പർ ബോട്ടം, പലതരം ഷേപ്പുകളുണ്ട്. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് നമ്മൾ പ്രിഫർ ചെയ്യുക. ആ ഷേപ്പും കപ്പാസിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ സൈസ്, അതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ആൻഡ് ഇറ്റ് ഷുഡ് റെസിസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ലോഡ്സ്, ലോഡിനെ റെസിസ്റ്റ് ചെയ്യണം. ഏതൊക്കെയാണ് ലോഡ്സ് വരുന്നത്, ഏതൊരു സ്ട്രക്ചറിന് വരുന്ന ലോഡാണ് അതിൻ്റെ ഡെഡ് ലോഡ്, അതിൻ്റെ ഓൺ വെയിറ്റ് കൊണ്ടുള്ളത് അല്ലേ. നമ്മൾ RCC കൊണ്ടോ MSB ഷീറ്റ് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന പിന്നാലും അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്, അതാണ് ഡെഡ് ലോഡ് ഓഫ് സ്ട്രക്ചർ. പിന്നെ ലോഡ് ഓഫ് സ്റ്റോർഡ് ഗ്രെയിൻ, പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്രെയിൻ സ്റ്റോർ ചെയ്യുമ്പോൾ ഇപ്പോൾ എത്ര ടൺ ഗ്രെയിൻ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു, 10 ടൺ ഉണ്ടെങ്കിൽ ആ 10 ടൺ വെയിറ്റിനും കൂടെ നമ്മൾ എത്ര ടണ്ണിനാണ് ഡിസൈൻ ചെയ്യുന്നത് ആ വെയിറ്റും കൂടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് ഈസ് ദ ഡൈനാമിക് ലോഡ് ഡ്യൂ ടു ഫില്ലിംഗ് ആൻഡ് എംപ്റ്റിങ്. ഇപ്പോൾ ഒരു 10 ടണ്ണിൻ്റെ ഇതിന് ഡിസൈൻ ചെയ്തതിൽ നമ്മളതിൽ ലോഡ് നിറയ്ക്കണം, അതുപോലെ തന്നെ അതിൽ നിന്ന് ലോഡ് എടുത്തിട്ട് ഗ്രെയിൻ എടുത്തിട്ട് പോകണം, റിമൂവ് ചെയ്യണം. ആ സമയത്ത് ഒരു ഡൈനാമിക് ലോഡ് വരുന്നുണ്ട്. പിന്നെ ഏതൊരു സ്ട്രക്ചർ പോലെ വിൻഡ് ലോഡിനെയും കൂടെ നമ്മൾ ഡിസൈനിൽ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഡെഡ് ലോഡ് ഓഫ് സ്ട്രക്ചർ, ലോഡ് ഓഫ് സ്റ്റോർഡ് ഗ്രെയിൻ, പിന്നെ ഡൈനാമിക് ലോഡ് ഓഫ് ഫില്ലിംഗ് ആൻഡ് എംപ്റ്റിയിങ്, വിൻഡ് ലോഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്ട്രക്ചറൽ ആസ്പെക്ട്സിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ ബിൻ സ്റ്റോറേജ് കഴിഞ്ഞു, അടുത്തത് ബാഗ്ഡ് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സാണ്. കൺവെൻഷണൽ ഗോഡൗൺസ് ആർ ഡിസൈൻഡ് ഫോർ ബാഗ്ഡ് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ്. ഗോഡൗണുകളിലൊക്കെ നമ്മൾ ബാഗ്ഡ് സ്റ്റോറേജാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോഡൗൺസ് ഹാവ് സൈഡ് വാൾസ് ഓഫ് ബ്രിക്ക് ഓർ സ്റ്റോൺ മേസൺറി ആൻഡ് സ്ലോപ്ഡ് റൂഫിംഗ് ഓഫ് ആസ്ബസ്റ്റോസ് ഓർ കൊറുഗേറ്റഡ് GI ഷീറ്റ് ഓവർ സ്റ്റീൽ ട്രസ്സസ്. അപ്പോൾ ട്രസ് വർക്കാണ്, ഒന്നുമില്ല ബ്രിക്കിൻ്റെ മേസൺറി അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറിയിൽ വാൾ ഉണ്ടാക്കിയിരിക്കും, സൈഡ് 4 ചുറ്റും വാൾ ഉണ്ടായിരിക്കും, അതിൻ്റെ മുകളിൽ ട്രസ് ഇട്ടിട്ടുണ്ടായിരിക്കും സ്റ്റീലിൻ്റെ. ആ ട്രസ്സിൻ്റെ മുകളിൽ ഒന്നുകിൽ GI ഷീറ്റ് അല്ലെങ്കിൽ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഇട്ടിട്ടാണ് അതിൻ്റെ റൂഫ് പ്രൊവൈഡ് ചെയ്യുന്നത്. എയർ സർക്കുലേഷൻ ഈസ് മെയിൻറ്റെയിൻഡ് ത്രൂ സ്റ്റീൽ വെന്റിലേറ്റേഴ്സ് ആൻഡ് എയർ ഇൻലെറ്റ്സ് ഓഫ് റോൾഡ് സ്റ്റീൽ സെക്ഷൻ. നമ്മൾ കാണാറുള്ളതാണ് അല്ലെ, ഓഡിറ്റോറിയത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് റോൾഡ് സ്റ്റീൽ സെക്ഷൻ വെച്ചിട്ട് വെന്റിലേഷൻ കൊടുത്തിരിക്കണം. ബാഗ്ഡ് ഗ്രെയിൻസ് ആർ അറേഞ്ച്ഡ് ഇൻ സ്റ്റാക്സ് വിത്ത് ബേസ് ഓഫ് 6 മീറ്റർ ഇൻറ്റു 9 മീറ്റർ വിത്ത് എ സ്റ്റാക്ക് ഹൈറ്റ് ഓഫ് 4 to 5 മീറ്റർ. സാധാരണ ഗോഡൗൺസിൽ 6 into 9 എന്നുള്ള ആ ഒരു ലെങ്ത് ആൻഡ് വിഡ്ത്തിൽ ഹൈറ്റ് 4 to 5 മീറ്റർ വരെ ആവാം. അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റാക്കുകളായിട്ട് അട്ടിയായിട്ട് ബാഗുകളിൽ ഗ്രെയിൻ സൂക്ഷിക്കുന്നത്. ഒരു ബാഗ്ഡ് ഗോഡൗണിൻ്റെ ഒരു ചിത്രമാണ് കാണുന്നത്. ഇതിലിപ്പോൾ പറയുന്നത് 21.7 മീറ്റർ സ്പാനും 5.4 മീറ്റർ ഹൈറ്റുള്ള ഇതുപോലത്തെ 3 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ 5000 ടൺസ് ഓഫ് ഗ്രെയിൻ സൂക്ഷിക്കാൻ പറ്റുന്ന അങ്ങനെ പല സ്പെസിഫിക്കേഷൻസിലുള്ള ബാഗ്ഡ് ഗോഡൗൺസ് നമുക്ക് കാണാവുന്നതാണ്. അടുത്തത് ബാഗ് കം ബൾക്ക് സ്റ്റോറേജ് ആണ്. ബാഗ് കം ബൾക്ക് സ്റ്റോറേജിൽ വരുന്നത് ബാഗ്സ് ഫിൽഡ് വിത്ത് ഗ്രെയിൻസ് ക്യാൻ ബി സ്റ്റാക്ഡ് 15 സെൻറ്റിമീറ്റർ എവേ ഫ്രം സൈഡ് വാൾസ് അപ് ടു എ തിക്നെസ് ഓഫ് 3 meters ഓൾ അറൗണ്ട് ദ ഗോഡൗൺ. അപ്പം നമ്മുടെ ഗോഡൗണിൻ്റെ ഉള്ളിൽ ആ സൈഡ് വാളുകളിൽ നിന്ന് ഒരു 15 സെൻറ്റിമീറ്റർ അകലത്തിൽ നമ്മൾ 3 മീറ്ററോളം തിക്നെസ്സിൽ ഉള്ള ലെയേഴ്സായിട്ട് ബാഗ്സ് അടക്കിയിട്ട് അതിൽ ഗ്രെയിൻ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്യാണ്. അതായത് ഗ്രെയിൻസ് നിറച്ച ബാഗുകൾ കൊണ്ട് നമ്മൾ 4 ചുറ്റുമായിട്ട് ഒരു എന്തുണ്ടാക്കണം, ഒരു വാള് പോലെ ഉണ്ടാക്കുകയാണ്. ഒരു 3 മീറ്റർ തിക്നെസ്സുള്ള 3 മീറ്റർ തിക്നെസ്സിൽ നമ്മൾ ഒരു മതിൽ പോലെ ഇങ്ങനെ ചാക്കുകൾ അടക്കി വെക്കണം. ഒരു 2.5 മീറ്റർ വരെ, 2.5 to 3 മീറ്റർ ഹൈറ്റിൽ വരെ ഇത് അടക്കി വെക്കുകയാണ് ചെയ്യുന്നത് ചാക്കുകൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബാഗുകളിൽ ഗ്രെയിൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി 4 ചുറ്റും ബാഗ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി, അപ്പോൾ ഒരു ഹോളോ സ്പേസ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ബൾക്ക് സ്റ്റോറേജ് ക്യാൻ ബി ഡൺ ഇൻ ദ ക്യാവിറ്റി ഫോംഡ് ഇൻ ദ സെൻറ്റർ അപ് ടു 2.5 മീറ്റർ ആസ് ഫ്ലാറ്റ് സ്റ്റോറേജ് ആൻഡ് ദെൻ ഇൻ എ കോണിക്കൽ ഫാഷൻ അപ് ടു ദ ടൈ ലെവൽ. അപ്പം 2.5
മീറ്ററോളം ഫ്ലാറ്റായിട്ട് ഈ ബാഗുകളുടെ ഉള്ളിൽ നമ്മൾ നടുക്കുള്ള സ്പേസിൽ ഗ്രെയിൻ സ്റ്റോർ ചെയ്യണം. പിന്നെ കുറച്ചും കൂടെ വേണമെങ്കിൽ ഒരു കോണിക്കൽ ഫാഷനിൽ കുറച്ചും കൂടെ മുകളിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ബാഗ്ഡ് സ്റ്റോറേജുമായി ബൾക്ക് സ്റ്റോറേജായി. അപ്പോൾ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഗോഡൗൺസിലൊക്കെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ ബാഗ് കം ബൾക്ക് സ്റ്റോറേജും കൂടെ നമുക്ക് 3 തരം സ്റ്റോറേജ് മെത്തേഡ്സ്: ബൾക്ക് സ്റ്റോറേജ്, ബാഗ് സ്റ്റോറേജ്, ബാഗ് കം ബൾക്ക് സ്റ്റോറേജ്. പിന്നെ അതിൻ്റെ ഡിസൈൻ കൺസിഡറേഷൻ്റെ ആസ്പെക്ട്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു നമ്മൾ. പിന്നെ സേഫ് സ്റ്റോറേജ് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തൊക്കെയാണ് ലോസസ്, ആ ലോസസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സേഫ് സ്റ്റോറേജ് സ്ട്രക്ചറിന് ഉണ്ടായിരിക്കേണ്ട ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ വോള്യത്തിൽ പഠിച്ചത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഗ്രേറ്റ്.